ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൺബോക്സിംഗ് പട്ടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് വാട്സപ്പിലെ കുറച്ച് കിഡിലൻ ട്രിക്സ് പറഞ്ഞു തരാനായിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താഴെ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ തവണത്തെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 20ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ വാട്സപ്പ് എടുക്കാം. അപ്പോൾ വാട്സപ്പിൽ നമ്മളൊരു പേഴ്സണൽ ചാറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത് അവർ നമ്മൾ അയച്ച മെസ്സേജ് കണ്ടിട്ടുണ്ട്, റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലൂ ടിക്ക് വരും. പക്ഷെ ഒരു ഗ്രൂപ്പ് മെസ്സേജിനകത്ത് ആണെങ്കിൽ അങ്ങനെ ഒരു ബ്ലൂ ടിക്ക് വരുന്നത് അത്ര സാധാരണ അല്ല. കാരണം എല്ലാ മെമ്പേഴ്സും കണ്ടാൽ മാത്രമായിരിക്കുമല്ലോ ബ്ലൂ ടിക്ക് വരിക. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ എങ്ങനെ ആരൊക്കെ കണ്ടു, ആരൊക്കെ ഇപ്പോൾ ഓൺലൈൻ ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയാനായിട്ടുള്ളൊരു ട്രിക്കാണ്. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പിനാണ് നമ്മളിപ്പോൾ അയച്ചൊരു മെസ്സേജ്, ആ മെസ്സേജ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അത് ആരൊക്കെ കണ്ടു എന്നറിയാനായിട്ട്. ഞാൻ കുറച്ച് നേരം മുമ്പാണ് ഈ മെസ്സേജ് അയച്ചത്. ഈ മെസ്സേജ് ആരൊക്കെ കണ്ടെന്നറിയാം. ഫസ്റ്റ് ആ മെസ്സേജ് സെലക്ട് ചെയ്യുക. എന്നിട്ടൊരു 3 ഡോട്ട് കാണുമല്ലോ, 3 ഡോട്ടിനകത്ത് ഇൻഫോ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പം 3 പേരാണ് ആദ്യം കണ്ടത്, ബാക്കിയുള്ള 2 പേര് അവർ ഓൺലൈനിലുണ്ട്. മീൻസ് ചിലപ്പോൾ നെറ്റ് ഓൺ ആയതുകൊണ്ടാവാം. എന്തായാലും ഇങ്ങനെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പിൽ നമുക്കൊക്കെ കാണുന്ന ചില സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് ചാറ്റുകളാണ്, മറ്റാരും കാണരുത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ചാറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ചാറ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ചാറ്റ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ചില വാട്സപ്പിൽ ഈ 3 ഡോട്ട് കണ്ടോ, ഈ ഡോട്ടിനകത്ത് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണും, ആർച്ചീവ് ചാറ്റ് എന്നും പറഞ്ഞ്, അതായിരിക്കും. പക്ഷെ നമുക്ക് പക്ഷെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ബോക്സ് ആണ്. ഈ ബോക്സിൽ താഴോട്ടൊരു ആരോ കാണിച്ചേക്കുന്നത്, ഇതാണ് ആർച്ചീവ് എന്ന് പറഞ്ഞാൽ. അതിൽ പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മളത് കാണാതെ വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ആർക്കും അറിയത്തില്ല. നമുക്കിത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യാൻ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നുണ്ടോ, അതാണ്. പക്ഷെ അത് ആർച്ചീവ്ഡ് ആണ് കേട്ടോ. പക്ഷെ ഇത് ആർച്ചീവ്ഡ് മാറ്റി അൺആർച്ചീവ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് ഒരു ലോങ് പ്രസ് കൊടുക്കുക. അപ്പോൾ താഴെ ഉണ്ട് അൺആർച്ചീവ് ചാറ്റിന് കൊടുക്കുക. അപ്പോൾ പഴയതുപോലെ തന്നെ വരും, പഴയതുപോലെ തന്നെ വന്നു. അതാണ്. അതല്ലെങ്കിൽ ആർച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏറ്റവും താഴെ ചെന്നിട്ട് ആർച്ചീവ്ഡ് കിടക്കുന്നുണ്ടോ, അവിടെ പ്രസ് ചെയ്താലും മതി, അവിടെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ചില വീഡിയോസിൻ്റെ ഓഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ അത് സ്റ്റാറ്റസ് ആക്കുക. അപ്പം വീഡിയോ മറ്റുള്ളവരാരും കാണണ്ട എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, ഒരു മ്യൂസിക്കൊക്കെ ഉള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഇനി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിതിൻ്റെ ഓഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ വീഡിയോ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ മാത്രം മറ്റുള്ളവർ കേട്ടാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻസിൽ സെലക്ട് ചെയ്യുക. പെൻസിലിനകത്ത് എനിക്കിഷ്ടം ബ്ലാക്ക് ആണ്, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക്. നിങ്ങൾക്ക് എന്ത് കളർ വേണമെന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടൊരു ലോങ് പ്രസ് കൊടുത്തു. അപ്പോൾ അത് ഫുള്ള് ബ്ലാക്കായി. പിന്നെ നമുക്ക് ക്യാപ്ഷനൊക്കെ കൊടുക്കാം, അപ്പോൾ കൂടുതൽ ഭംഗിയാവത്തേ ഉള്ളൂ, അല്ലാതെ ബോറാകത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഈ പെൻസിൽ ഒന്നുകൂടെ പ്രസ് ചെയ്താലേ ഉള്ളൂ അതിൻ്റെ പോകും. കാരണം അല്ലെങ്കിൽ ചിലപ്പം ഇത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലെന്ന് വരും, അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.
ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അറിയാവുന്ന ട്രിക്കായിരിക്കും. വാട്സപ്പിൽ നമ്മളിടുന്ന സ്റ്റാറ്റസ് ആരൊക്കെ കാണണം, ആരൊക്കെ കാണണ്ട, അതും ഇനി എല്ലാവരും കാണണോ എന്നൊക്കെ നമുക്ക് കാണും. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ബ്ലോക്ക് എടുക്കുക. അതിൽ 3 ഡോട്ട് കാണും. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാറ്റസ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പം മൈ കോണ്ടാക്ട്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടാക്റ്റിൽ ആരൊക്കെയുണ്ട് അവർക്ക് കാണാൻ പറ്റും. നമ്മുടെ നമ്പർ ആരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ അവർക്ക് കാണാൻ പറ്റും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി അതല്ലാണ്ട് ഇപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ ആരിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യണം എന്നാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ കിടക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും കാണാൻ പറ്റില്ല. ലാസ്റ്റത്തേന്ന് വെച്ചാൽ ആർക്കൊക്കെ കാണണം അത് മിക്കവാറും കുറച്ചായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രമൊക്കെ ഇടുന്ന സ്റ്റാറ്റസൊക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാറ്റസിന് മാത്രമല്ല പ്രൈവസി ഉള്ളത്, നമ്മുടെ പ്രൊഫൈലിനായാലും പ്രൈവസി ഉണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് എടുത്ത് പ്രൈവസി എടുക്കുക. ലാസ്റ്റ് സീൻ പ്രൈവറ്റ് ആക്കണമെങ്കിൽ മൈ കോണ്ടാക്ട് വെച്ചാൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രമേ ലാസ്റ്റ് സീൻ കാണാൻ പറ്റൂ. നോബഡി ആണെങ്കിൽ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ നോബഡി ആക്കുവാണെങ്കിൽ അവരുടെ ലാസ്റ്റ് സീനും നമുക്ക് കാണാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കുക. പ്രൊഫൈൽ ഫോട്ടോസ് അങ്ങനെ ചെയ്യാം, എബൌട്ട് ചെയ്യാം. സ്റ്റാറ്റസ് നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പ്രൈവറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് താല്പര്യമുള്ളത് അത് മതി, ഇത്ര മതി. ഇനി അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ആരുമായിട്ടാണ് കൂടുതലും നെറ്റ് ഉപയോഗിച്ച് ചാറ്റ് ചെയ്തത്, അപ്പം കൂടുതൽ MB ചിലവിട്ട് ചാറ്റ് ചെയ്ത് ആരുമായിട്ടാണെന്നൊക്കെ ആയിരിക്കും കാണുന്ന അതിന് നമ്മൾ വാട്സാപ്പിൽ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റോറേജ് യൂസേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെക്കൻഡ് ഓപ്ഷൻ. അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് കാണുന്നതാണ് അത് ഇപ്പം കൂടുതൽ നിന്നും കുറവിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് കിടക്കുന്ന ആളുമായിട്ടായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡാറ്റ യൂസ് ചെയ്ത് ചാറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മിക്കവാറും ചിലവർക്കൊക്കെ ഇത് ചിലപ്പോൾ ഭാര്യയായിട്ടൊക്കെ വരുമായിരിക്കും, എന്നോടൊന്നും തോന്നില്ല കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാണ്ട് കമൻറ്റ് ഇടുക. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു പബ്ജി ലൈറ്റിന് പബ്ജി മൊബൈലിൻ്റെ ഒരു വേർഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഇട്ടായിരുന്നു. പക്ഷെ അതിന് നല്ലൊരു അഭിപ്രായമോ ഒന്നും കിട്ടിയിരുന്നില്ല. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വീഡിയോ കൊള്ളാഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് കൊള്ളത്തില്ല എന്നെങ്കിലും നിങ്ങൾ പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.